സാറേ നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പം ഇലക്ഷൻ കഴിഞ്ഞു. UDF വൻ വിജയം കരസ്ഥമാക്കി. LDF പരാജയത്തിൽ അകപ്പെട്ടു എന്നുള്ളതല്ല, കൂപ്പുകുത്തി എന്ന് പറയുന്നതായിരിക്കും ശരി, കൂടുതൽ ശരി. അപ്പൊ ഈ രാഷ്ട്രീയ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ, UDFന്റെ വിജയത്തെയും LDFന്റെ പതനത്തെയും ഒക്കെ സാർ ഏത് രീതിയിലാണ് നോക്കി കാണുന്നത്? 5 കൊല്ലം ഭരിച്ച ഒരു സർക്കാരിനോട് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഒരു വിപ്രതിപത്തി ഉണ്ട്. 10 കൊല്ലമാണ് ഭരിക്കുന്നതെങ്കിൽ അത് അതിന്റെ ഇരട്ടി ഉണ്ടാവും. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പൊ പിണറായി വിജയന്റെ സർക്കാർ കേരളം കണ്ട ഏറ്റവും മോശം സർക്കാരാണെന്ന് എനിക്ക് അഭിപ്രായം. പക്ഷെ ജനങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ സർക്കാരിനെ ഇപ്പൊ മീറ്റർ വെച്ചോ സ്കെയിൽ വെച്ചോ അളന്നിട്ടല്ലോ ഈ സർക്കാരിന് വോട്ട് ചെയ്യും. അപ്പൊ ജനങ്ങൾക്ക് മടുത്തു, ഭയങ്കരമായിട്ട് മടുത്തു. ആ മടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. പിന്നെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നിരാശരാണ്. ഈ സർക്കാരിൽ നിന്ന് പലതരം ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പലർക്ക് ഈ പെൻഷനൊക്കെ കിട്ടുന്നുണ്ട്. വിധവാ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, തൊഴിലില്ലായ്മ വേതനം, വികലാംഗ പെൻഷൻ. ഇതൊക്കെ മുടങ്ങി കഴിഞ്ഞാൽ ജനങ്ങൾ സഹിക്കില്ല. മനസ്സിലായി. UDF ഭരിക്കുമ്പോൾ ചിലപ്പോൾ ഈ പെൻഷൻ ആർക്കും ഒന്നും കൊടുത്തെന്ന് വരില്ല. 5 പൈസ ആർക്കും കൊടുത്തെന്ന് വരില്ല, 5 പൈസ കൂട്ടിയെന്നും വരില്ല. പക്ഷെ ഇടതുപക്ഷ സർക്കാർ ഭരിക്കും, ഇത് പ്രോംപ്റ്റ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ് ജനങ്ങളുടെ ഒരു വിശ്വാസം. പാവപ്പെട്ട ആളുകൾ വോട്ട് ചെയ്യുന്നത് ഇടതുപക്ഷത്തിൽ. അപ്പൊ ആ ആളുകൾക്ക് ഇത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നിരാശത. മാത്രമല്ല അവരുടെ ജീവിതത്തിനെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. റേഷൻ മേടിക്കുന്ന ഈ പൈസ വെച്ചിട്ടായിരിക്കും. അപ്പൊ അത് മുടങ്ങി കഴിയുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ട് എതിരും. പിന്നെ ഇതിന് വോട്ട് ചെയ്യുന്ന ഒരു പ്രധാന വിഭാഗം എന്ന് വെച്ചാൽ ഇടത്തരക്കാർ. അതിൽ തന്നെ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ, നിശ്ചിത വരുമാനക്കാരായ ആളുകളാണ്. അവരുടെ പെൻഷൻ, മറ്റേ KSRTC ജീവനക്കാരുടെ പെൻഷൻ മുടങ്ങുക, അല്ലെങ്കിൽ ശമ്പളം മുടങ്ങുക, അതിപ്പോ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ DA കുടിശ്ശിക. ഈ DA കുടിശ്ശിക എന്ന് വെച്ചാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. പണ്ട് AK ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ ലീവ് സറണ്ടർ നിർത്തലാക്കിയത് ഓർമ്മയില്ല, 2001. അത് വലിയ പ്രശ്നം ഉണ്ടാക്കി. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമരം നടത്തിയതാണ് ലീവ് സറണ്ടർ ആനുകൂല്യം വെട്ടിക്കുറച്ചു എന്ന്. ആന്റണി മന്ത്രിസഭയുടെ ജനപ്രീതിയെ ഭയങ്കരമായിട്ട് ബാധിച്ച ഒരു സംഭവം. സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അവരുടെ കുടുംബാംഗങ്ങളും പൂർണ്ണമായിട്ടും ആ സർക്കാരിന് എതിരാവുകയും അടുത്ത 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആന്റണിക്ക് പണി കൊടുക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇവിടെ സംഭവിച്ചിട്ടുള്ള ഇതാണ്, ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇടത്തരക്കാർ എതിരെ സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ടിരുന്ന ആളുകൾ മൊത്തം. ശരിക്കും പറഞ്ഞാൽ UDFന്റെ വിജയമല്ല ഉണ്ടായിട്ടില്ല, LDFന്റെ പരാജയം. അത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ജനങ്ങൾ ബോറടിച്ച് മടുത്ത് ഈ സർക്കാർ പോയാൽ മതി എന്ന് കരുതിയിട്ട് വോട്ട് ചെയ്തു. നാനാജാതി മതസ്ഥരായിട്ടുള്ള ആൾക്കാർ വോട്ട് ചെയ്തു. കോൺഗ്രസ് ആണ് ജയിക്കാൻ കൂടുതൽ സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ LDFനെ തോൽപ്പിക്കാനായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തു. ഇനി BJP ആണ് കൂടുതൽ സാധ്യത എന്ന് വെച്ചാൽ BJP വോട്ട്. അങ്ങനെയാണ് ഈ ഒരു റിസൾട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ UDF മാത്രമല്ല മുന്നേറിയിട്ടുള്ള, BJP മുന്നേറിയിട്ടുണ്ട്. ഇപ്പൊ പല മുനിസിപ്പാലിറ്റികളും എടുത്തു നോക്കി കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റികളുടെ അടുത്ത് കൂടുതൽ പ്രകടമായിട്ട് കാണുന്നത്. കാരണം ഇടത്തരക്കാര്, വിദ്യാസമ്പന്നരായ ആളുകൾ കൂടുതൽ താമസിക്കുന്ന പട്ടണ പ്രദേശങ്ങളിലായിരിക്കും. അപ്പൊ ആലുവ മുനിസിപ്പാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് വെച്ചാൽ 26 വാർഡിൽ 20 വാർഡിൽ കോൺഗ്രസ് ജയിക്കും, UDF ജയിക്കും. 2 വാർഡിൽ LDF ജയിക്കും, 4 സ്ഥലത്ത് BJP ജയിക്കും. ഇതാണ് ആലുവ മുനിസിപ്പാലിറ്റി. ഇതുപോലെ മിക്കവാറും ഏത് മുനിസിപ്പാലിറ്റി നോക്കിയാലും ഇവരുടെ വോട്ട് മാത്രമല്ല കൂടും. കോൺഗ്രസിന്റെ മാത്രമല്ല, BJPയുടെ നിലയം മെച്ചപ്പെടുന്നുണ്ട്. മാവേലിക്കര മുനിസിപ്പാലിറ്റി നോക്കിയാലും 3ാം സ്ഥാനത്താണ്. ട്രിവാൻഡ്രം കോർപ്പറേഷൻ അവർ ജയിച്ചു. അവര് 50 ഡിവിഷൻ ജയിച്ചു. അപ്പൊ അതിന് പല ഘടകങ്ങളുണ്ട്. BJP സാമാന്യന ശക്തി പ്രാപിച്ച ഒരു സ്ഥലമാണ് തിരുവനന്തപുരം, പണ്ടോട്ടെ അങ്ങനെയാണ്. പിന്നെ അവിടുത്തെ സാമുദായികമായിട്ടുള്ള സമവാക്യങ്ങളും അതിന് അനുകൂലമാണ്. പിന്നെ രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം ആ സ്ഥലം പിടിക്കാനായിട്ട് അവര് നേരത്തെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി സ്ഥാനാർത്ഥികളൊക്കെ തീരുമാനിച്ചു, പണം നന്നായിട്ട് ചെലവാക്കി. BJPയുടെ പണം ഇഷ്ടം പോലെ ഉണ്ട്, CPMന്റെ പണം ഇഷ്ടം പോലെ, കോൺഗ്രസിനെ ഉള്ളു. പക്ഷെ ഇവിടെ ഈ നമ്മൾ ഇടതുപക്ഷത്തെ എപ്പോഴും നോക്കിക്കാണുന്നത് പാവങ്ങളുടെ ഒരു അത്താണിയായ ഒരു അങ്ങനെ നമ്മൾ കാണുന്നത്. ഈ ആശാ വർക്കരോടൊക്കെ ഇവർ ചെയ്ത സതി കൊടും ക്രൂരതയല്ലേ? ആശാ വർക്കർമാരുടെ കാര്യത്തിൽ പിണറായി വിജയന് വ്യക്തിപരമായ ഒരു എതിർപ്പുണ്ട്. അത് അധികം പേർക്ക് അറിയാൻ പാടില്ലാത്ത. ആശാ വർക്കർമാരോട് അല്ല അദ്ദേഹത്തിന് വിധം. ഈ പാവങ്ങൾക്കൊക്കെ പെൻഷൻ കൂട്ടുന്ന കൂട്ടത്തിൽ ഇവരുടെ എന്തെങ്കിലും നിസ്സാരം കൂട്ടി കൊടുത്താൽ മതിയാണ്. കോവിഡ് കാലത്തൊക്കെ വളരെ മാതൃകാപരമായിട്ട് പ്രവർത്തിച്ച ആൾക്കാരാണ് ഈ ആശാ പ്രവർത്തകർ. ആശാമാരുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ വിരോധം, ഇതിന് സമര നേതൃത്വം നൽകിയത് നമ്മുടെ തിരുവനന്തപുരത്തൊരു SUCI
മിനി എന്ന് പറ്റുന്ന ഒരു ഷാജർ ഖാൻ ഒരു വിപ്ലവ പ്രസ്ഥാനമാണെന്ന് അതെ തോന്നുന്നു. SUCI ഇടതുപക്ഷ പ്രസ്ഥാനം. SUCIക്കാരോടും ഈ പറഞ്ഞ നേതാവിനോടും ഇദ്ദേഹത്തിന് എന്തോ കാര്യമായ അമർഷമുണ്ട്. KK രമയോടൊക്കെ അതെ, അതാണ് പ്രശ്നം. ആ സ്ത്രീ ഇതിന്റെ മുൻപന്തിയിൽ നിന്നില്ലായിരുന്നെങ്കിൽ മിനി എന്നാണ് പറയുന്നത്. മിനി ഇല്ലായിരുന്നെങ്കിൽ കൂട്ടി കൊടുക്കും. മിനി ഉള്ളതാണ് സത്യത്തിൽ ഇവരോടുള്ള കാര്യം. മിനിയുടെ നേതൃത്വത്തിൽ സംഘടിച്ചു എന്നുള്ളതുകൊണ്ടാണ് പൈസ കൊടുക്കുന്നത്. അല്ലാതെ കൊടുക്കാൻ ഖജനാവിൽ കാശില്ല, പക്ഷെ മറ്റെന്തൊക്കെ കാര്യത്തിന് പൈസ. ഈ ആശാവർക്കന്മാരോടുള്ള ഈ സമീപനവും സദ്യ ദരിദ്രരായ ആളുകളാണ് ഇവര്. വളരെ ദരിദ്രരായ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ അമ്മയുടെ സുഖമല്ല കടന്നപ്പോ ഇവര് മിക്കവാറും ദിവസങ്ങളിൽ വരികയും നോക്കുകയും മരുന്നുകൾ തരികയും ആവശ്യമുള്ള മരുന്നുകൾ ഹോസ്പിറ്റലിൽ ചെന്ന് വാങ്ങാനായിട്ട് അവര് നമ്മളെ ശുപാർശയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു സഹായമായിട്ട് അവരെ തോന്നിയിരിക്കുന്നത്. ഇത് സാധാരണക്കാര ആളുകളാണ്, പാവങ്ങൾ. അവർക്കൊക്കെ ഈ കോടികളുടെ കാറ് മേടിച്ച് ഇത്ര ആഡംബര ജീവിതം നയിക്കുന്ന ഈ നമ്മുടെ മന്ത്രിമാരും ഒക്കെ ഈ ദരിദ്രർക്ക് വേണ്ടിയല്ല വല്ലതും ചെയ്യേണ്ടത്. അതിന്റെ കാരണം ഇതാണ്, ഈ ഒരു പ്രത്യേക വ്യക്തിയോടുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടും വ്യക്തിപരമായിട്ടുള്ള എതിർപ്പാണ് ഈ സമരത്തിന് അത് ഇത്ര നീണ്ടുപോകാനും ആശാപ്രവർത്തകര് സെക്രട്ടറിയുടെ മുമ്പിൽ തലമുണ്ടനം ചെയ്യാനും ഒക്കെയുള്ള ഈ സ്ത്രീകൾ തലമുണ്ടനം ചെയ്യാന്ന് വെച്ചാൽ നമ്മള് കഷണ്ടിക്കാരായ നമ്മുടെ തലയിൽ മുടിയില്ലാത്ത പോലെ അല്ല അത്. അവരിലും അത് കാണുന്ന ആൾക്കാരിലും ഉണ്ടാക്കുന്ന ആഘാതം ഭയങ്കരമാണ്. അപ്പൊ അങ്ങനെ ഒരു പരിണതിയിലേക്ക് എത്തിച്ചു. അത് ഒന്നാം സർക്കാർ വലിയ കുഴപ്പമില്ല. ഒന്നാം സർക്കാരിൽ ഒരു ഗുണം ഉണ്ടായിരുന്നു വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഈ ധാർഷ്ട്യവും തലക്കനവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ മന്ത്രിമാര് പൊതുവെ കഴിവുള്ളവരായിരുന്നു. G. സുധാകരൻ, അല്ലെങ്കിൽ തോമസ് ഐസക്, AK ബാലൻ, ശൈലജ ടീച്ചർ, രവീന്ദ്രനാഥ്, ഇങ്ങനെ കൊള്ളാവുന്ന ആളുകൾ, ഈവൻ KT ജലീൽ, അങ്ങനെ സാമാന്യം കുഴപ്പമില്ലാത്തൊരു ടീമായിരുന്നു. പിന്നെ മണിയാശാരെ പോലെ ജയരാജനെ പോലെയൊക്കെ ചില ആൾക്കാരുണ്ടായിരുന്നെങ്കിലും കൊള്ളാവുന്ന ആളുകളുടെ നടുവിൽ അവരുടെ ഈ പോരായ്മകൾ ആളുകൾ വിസ്മരിക്കും. പക്ഷെ ഇപ്പൊ സംഭവിച്ചതെന്ന് വെച്ചാൽ കഴിവില്ലാത്ത ആളുകൾ മാത്രമേ. സജി ചെറിയ, വീണ, ഒരാളെ കാണുമ്പോൾ നമുക്ക് മറ്റയാളെ ഭേദം തോന്നും, മറ്റയാളെ കാണുമ്പോൾ മറ്റയാളെ ഭേദം തോന്നും. മനസ്സിലായി? മിനിസ്ട്രി തീരെ അപ്രാപ്തരായ ദുർബലമായ ആളുകളായി പോയി എല്ലാവരും. അപ്പൊ അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. അതേ സമയത്ത് മുഖ്യമന്ത്രിയുടെ ആരോഗ്യം വളരെ പരിതാപകരമായി. പക്ഷെ അദ്ദേഹത്തിന്റെ ശ്രമപരമായി തന്നെയല്ലേ ഈ മിടുക്കരെല്ലാം ഒഴിവാക്കിയതും. അതെ, അദ്ദേഹം ഒരു പ്രത്യേക അജണ്ട പ്രകാരമാണ് ഈ ആളുകളെ കുറെ പേർക്ക് ഇലക്ഷന് മുമ്പ് സീറ്റ് നിശ്ചയിച്ചു, ബാക്കിയുള്ള ഒരേ ഇലക്ഷന് ശേഷവും ഒഴിവാക്കി. നമ്മൾ ചില വസ്തുതകൾ പറയുമ്പോഴേ നമ്മൾ ഒരു രാഷ്ട്രീയ ചേരിയിൽ നിന്ന് സംസാരിക്കുന്നതായിട്ട് കരുതുന്ന ആളുകളുണ്ട്. വസ്തുത നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ മിടുക്കരായ തോമസ് ഐസക് ഉൾപ്പെടുന്ന ആളുകൾ, G. സുധാകരൻ, AK ബാലൻ, ഇവരൊക്കെ വരേണ്ട ഒരു മിനിസ്ട്രി അല്ലായിരുന്നു ഇത്. തീർച്ചയായിട്ടും അവരുടെയൊക്കെ പരിശ്രമ ഫലമായിട്ടാണ് രണ്ടാമത്തെ ഒരു ടേം അവർക്ക് കിട്ടിയത്. കിട്ടുന്നതിന് മുമ്പ് തന്നെ അവരെ എല്ലാവരും ഒഴിവാക്കി. ഇലക്ഷൻ മുമ്പായിട്ട് തോമസ് ഐസക്, രവീന്ദ്രനാഥ്, ബാലൻ, സുധാകരൻ 4 പേരെ ഒഴിവാക്കി. ഇലക്ഷൻ കഴിഞ്ഞപ്പോ മൊയ്തീൻ, ശൈലജ ടീച്ചർ, ഇവരൊക്കെ ഒഴിവാക്കി. ഈ അതുപോലെ തന്നെ ഈ വികസനം എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഫോണൊക്കെ എവിടെ വരികയായി? അതൊക്കെ ചില ഈ ദിവാസ്വപ്നങ്ങളായിട്ട് പരിണമിച്ചു. ഫോൺ, അതുപോലെ നമ്മുടെ മറ്റേ കേരയിൽ, ഇതൊക്കെ ദിവാസ്വപ്നങ്ങളായിട്ട് അവസാനം. അതിലൊന്നുമല്ല കാര്യം. ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, അവരുടെ ജീവിതമാർഗത്തിൽ എന്തെങ്കിലും പ്രയോജനം ചെയ്യലല്ലേ വേണ്ടത്. ഇടതുപക്ഷ സർക്കാർ ഇപ്പൊ ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരാളൊക്കെ ഇരിക്കുമ്പോൾ വലിയ വലിയ മെഗാ പ്രോജക്ട്സ് ഒക്കെ അവർക്ക് സ്വപ്നം കാണാം, നടപ്പാക്കാം. ഇബ്രാഹിം കുഞ്ഞിന്റെ അവസാനത്തെ ഒരു കൊല്ലം, UDF സർക്കാരിന്റെ അവസാനത്തെ ഒരു കൊല്ലത്തിൽ 400 പാലങ്ങൾ പണി. 400 പാലങ്ങൾ. അങ്ങനെയൊക്കെ സങ്കല്പിക്കാനും ചെയ്യിക്കാനും ഒക്കെ ഉള്ള ആ ഒരു വൈഭവം, അതൊക്കെ കൃത്യമായിട്ട് കാശ് മേടിക്കും. എല്ലാത്തെയും അസഹിഷ്ണുതയോടെ കാണുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പുള്ളിക്ക് ദേഷ്യമാണ്. അതിന്റെ 2 കാര്യമുണ്ട്. ഒന്നാമത്, ഈ ഇടതുപക്ഷ പ്രസ്ഥാനം പൊതുവെ അസഹിഷ്ണുതയെ മറ്റേ ഒരു പ്രതിപക്ഷ അല്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ അഹങ്കാരമല്ല. ഇടതുപക്ഷക്കാർക്ക് പൊതുവെ സ്റ്റാലിനിസത്തിന്റെ ഒരു നിഴല് ഇല്ലാത്ത. സ്റ്റാലിൻ ആണെങ്കിലും ശരിയാണ്, EMS ആണെങ്കിലും ശരിയാണ്, അച്യുതാനന്ദനാണെങ്കിലും ശരിയാണ്, വിജയനാണെങ്കിലും ശരിയാണ്. അടിസ്ഥാനപരമായിട്ട് അസഹിഷ്ണുത അതിന്റെ ഒരു സ്ഥായി ഭാവമാണ്. ഞങ്ങൾ പറയുന്നതാണ് ശരി, ഞങ്ങൾ പറയുന്ന അല്ലാതെ ഒന്നും ശരിയല്ല എന്നൊരു ധാർഷ്ട്യം. അത് ഈ പ്രസ്ഥാനത്തിന് ഫണ്ടമെന്റലായിട്ടുള്ളതാണ്. അതൊരു കാര്യം. അതിനേക്കാൾ ഉപരിയായിട്ട് പിണറായി വിജയന് തനതായ ഒരു എനിക്ക് അതാ കൂടുതൽ. അപ്പൊ അങ്ങനെ
ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം ഒട്ടും ജനകീയനല്ല. അതുപോലെ ജനങ്ങളോട് തന്നെയും പുള്ളിക്ക് അതിന് ഒരു കാരണം പുള്ളിയുടെ ഈ അനാരോഗ്യവും പ്രായാധിക്യവുമാണ്. എന്തോ മാനസികമായ വിഷമതകളൊക്കെ മാനസികമല്ല, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ശാരീരികമായ ബുദ്ധിമുട്ട് കൊണ്ടുള്ള ഈർഷ്യയും. പക്ഷെ പ്രായമാകുന്നതിനനുസരിച്ച് കൊച്ചുമക്കളോടും ഈ നാട്ടുകാരോടും ഒക്കെ പ്ലസന്റ് ക്യാരക്ടർ ഇടപെട്ട് അവരൊക്കെ ആലിംഗനം ചെയ്ത് അങ്ങനെയൊക്കെയല്ലേ പോകേണ്ടത്? കുറച്ചുകൂടെ അങ്ങനെയൊക്കെയാണ് പോകാൻ സന്തോഷത്തോടെ. നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ. ഇത് കടക്ക് പുറത്ത് സെൽഫി എടുക്കാൻ പറ്റുന്ന പിള്ളേരെ മാറ്റി ആക്രോശിക്കുന്നു. സ്വാഗത പ്രസംഗം നീണ്ടുപോയി കഴിഞ്ഞാൽ പുള്ളി പൊട്ടിത്തെറിക്കുന്നു. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് നല്ല 2 വാക്ക് പറഞ്ഞപ്പോ ആ സ്ത്രീ ആ പെൺകുട്ടിയെ വഴക്ക് പറഞ്ഞു, അധിക്ഷേപിക്കുന്നു. അപ്പൊ എന്തോ ഒരു അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതനുസരിച്ച് ധാർഷ്ട്യം, അസഹ്യത വർദ്ധിക്കുക. ഞാൻ ചോദിക്കുന്നത്, ഈ പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, സെക്രട്ടറിയിൽ എത്ര പേര്? 17 കുറച്ച് പേരുണ്ട്. തലമുതിർന്ന നേതാക്കളാണല്ലോ അവരെല്ലാം. ഇവരാരും പറഞ്ഞ ഇദ്ദേഹം കേൾക്കില്ലേ? അവരാരും അദ്ദേഹത്തോട് പറയില്ല. ഇപ്പൊ പാർട്ടി സെക്രട്ടറി പോലും പറയില്ല. എന്തിനാ അഖിലേന്ത്യാ സെക്രട്ടറി പോലും പറയില്ല. പിന്നെ പാർട്ടി ലോക്കൽ സെക്രട്ടറി. അതെന്തുകൊണ്ടാണ്? ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ നവീകരിച്ച AKG സെന്ററിന്റെ ഉദ്ഘാടനം കണ്ടല്ലോ. ആരാ ഉദ്ഘാടനം ചെയ്തത്? കേരള മുഖ്യമന്ത്രി. പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി പുറകിൽ നിപ്പുണ്ട്. കൂടെ പോലും നിർത്തിയില്ല, പുറകിലോ നിർത്തിയില്ല. അതാണ് പാർട്ടിയിൽ ഇന്നത്തെ അവസ്ഥ. തിരുവായിക്ക് എതിർവായി ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രതിപക്ഷം ഇത് സ്റ്റാലിനിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നതിനകത്ത് വലിയ തെറ്റൊന്നുമില്ല. സ്റ്റാലിനിസ്റ്റ് പ്രസ്ഥാനം എന്നല്ലാതെ വേറെ ഒരു വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. സ്റ്റാലിന്റെ ഒരു പ്രേതമാണ് ഇദ്ദേഹത്തിൽ. അത് ഈ അദ്ദേഹത്തിന്റെ ബാല്യകാല കഥകളൊക്കെ, അദ്ദേഹം നെയ്ത്തുശാല ജോലി ചെയ്തും കോളേജ് ജീവിതം ഒക്കെ വായിക്കുമ്പോൾ നമുക്കൊരാവേശം, ഇങ്ങനൊരു മനുഷ്യനാണല്ലോ നേതൃനിരയിൽ വന്നതാണ്. അങ്ങനെ പിണറായിയെ കുറിച്ച് ഞങ്ങളും പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ക്രൈസ്തവ ധാരാളം ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്, അദ്ദേഹം ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ പിൽക്കാലത്ത് ഈ പണത്തോടുള്ള ആർത്തി കൂടുതലല്ലായിരുന്നു അദ്ദേഹം? പണത്തോടുള്ള ആർത്തിയല്ല, അത് സത്യത്തിൽ എന്താ പറ്റുക വെച്ചാൽ, ഇദ്ദേഹം പാർട്ടി സെക്രട്ടറിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സന്തോഷിച്ച ഒരാളായിരുന്നു. അതായത് ചടയം കോവിന്ദം മരിച്ച് പിണറായി വിജയൻ വരുമ്പോൾ ഒരു തലമുറ മാറ്റം. ആ പ്രായത്തിലൊന്നും ആരും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടില്ല. ഒരു 10, 65, 70 വയസ്സൊക്കെ ആയിട്ടാണ് സാറിന് ഈ സ്ഥാനത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ചില പരിക്കൻ സ്വഭാവങ്ങളും ഉണ്ടാകും. ഇന്നത്തെ പോലെ സുഖലോലുപനായിരുന്നില്ല അന്നത്തെ CPM. അപ്പൊ ഇദ്ദേഹത്തെ പോലെ തൊട്ട് താഴെയുള്ള തലമുറയിൽ നിന്ന് ഒരാൾ വരും. പുള്ളി ഇലക്ട്രിസിറ്റി മന്ത്രി ആയിരിക്കുന്ന സമയത്താണ്. അന്ന് ഇലക്ട്രിസിറ്റി മന്ത്രി എന്നുള്ളതായിരിക്കും പുള്ളി സാമാന്യം സക്സസ്ഫുൾ ആയിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ഈ അച്യുതാനന്ദൻ പിണറായി വിജയൻ, അച്യുതാനന്ദൻ നയനാരുണ്ട്, ആ നിലയിലുള്ള ആളുകൾ കഴിഞ്ഞാൽ, ശിവദാസ മേനോൻ അല്ലെങ്കിൽ വിശ്വനാഥ മേനോൻ, അങ്ങനെയുള്ള ആൾക്കാർ കഴിഞ്ഞാൽ അടുത്ത തലമുറയിലേക്ക് ഈ പാർട്ടി നേതൃത്വം കൈമാറപ്പെടുകയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് കുറച്ചും കൂടി യുവത്വം ഉള്ളതുകൊണ്ട്, അദ്ദേഹം മധ്യവയസ്സിലെത്തിയതുകൊണ്ട് ഇനി പാർട്ടിയുടെ രീതികളൊക്കെ മൊത്തം മാറും, കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് ഇത് വരും എന്നാണ് ചോദിച്ചത്. പക്ഷെ മാറിയെന്നുള്ളത് ശരിയാണ്, പക്ഷെ മാറ്റം ഉണ്ടായത് ശരിയായ രീതിയിലായിരുന്നില്ല. പറ്റിയെന്ന് വെച്ചാൽ അത് പുള്ളിക്ക് ശരിക്കും ഇദ്ദേഹത്തെ കുഴപ്പത്തിലാക്കിയത് എൻ്റെ ഒരു രീതി, ഈ കൈരളി ചാനലിന് വേണ്ടി പണം പിരിക്കാൻ പോയതാണ്. കൈരളി ചാനലിന് വേണ്ടിയിട്ട്, കൈരളി ചാനലിൽ വലിയ പണം ചെലവുണ്ട്. അതിനുവേണ്ടി ഗൾഫിലൊക്കെ പോയി അവിടുത്തെ ചില വ്യവസായികളുടെ ഒക്കെ ചില ക്ലിക്കുകളിൽ ചെന്ന് പെടുകയും അവരുടെ ആതിഥ്യം അനുഭവിച്ച് ഈ ഹയാത്ത് പോലുള്ള വലിയ വലിയ ഹോട്ടലുകളൊക്കെ. കൈരളി ചാനലിൽ ഷെയർ ഉണ്ടോ സാറിന്? ഇല്ല. എനിക്കുണ്ട്. അപ്പൊ എനിക്ക് കുറച്ചുകൂടി ഡിസ്പാഷനായിട്ട് പറയാം. കൈരളി ചാനലിന്റെ പണപ്പിരിവാണ് പുള്ളിയെ ഈ രൂപത്തിലാക്കി. അങ്ങനെയാണ് ഈ ഗൾഫിലേക്കുള്ള വലിയ മുതലാളിമാരായിട്ട് ചങ്ങാത്തം കൂടിയത്. ഗൾഫാർ മുഹമ്മദ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞാൽ തുടങ്ങിയ കാലത്ത് അത് മനസ്സിലായി. ഇനിയിപ്പോ ഷെയർ എടുക്കുന്നത് വെച്ചാൽ അവർ തരില്ല. ഞാൻ പറഞ്ഞത് ഈ ഗൾഫാർ മുഹമ്മദ് അലി, യൂസഫ് അലി, പിന്നെ അബ്ദുൾ വഹാബ്, രവിപിള്ള, ഇങ്ങനെയൊക്കെയുള്ള ലീല ഗ്രൂപ്പ്, അങ്ങനെയുള്ള ആൾക്കാരായിട്ട് പുള്ളിയുടെ വമ്പൻ ടീമുകളായിട്ട് ചങ്ങാത്തം തുറന്നത് അവിടുന്ന്. അതിനുശേഷമാണ് പാർട്ടിയുടെ ഔട്ട്ലുക്കിൽ തന്നെ മാറ്റം. പക്ഷെ അതുപോലെ തന്നെ ഈ ആഡംബര ജീവിതത്തോടുള്ള പ്രതിപത്തി ഉണ്ടാവുന്നത് അവിടുന്ന്. ഇപ്പൊ 1 കോടി 10 ലക്ഷം രൂപ കാറിന് ലോൺ ധനകാര്യ വകുപ്പിൽ നിന്ന് അനുവദിച്ചപ്പോ സാറ് വിളിച്ചത് ഞങ്ങൾ കേട്ടായിരുന്നു. ഇനിയിപ്പോ ഒരു 4-5 മാസമേ ഉള്ളൂ. ഇപ്പൊ 1 കോടി രൂപയുടെ ആവശ്യം അല്ലേ? കാറ് ഷോറൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും പുള്ളിയുടെ ഉദ്യോഗ കാലാവധി കഴിയും. അതാണ് ഞാൻ പറഞ്ഞ ഈ അകമ്പടി കാറുകളൊക്കെ എന്തിനായിരുന്നു? 40 വാഹനങ്ങളുടെ അകമ്പടി കൊണ്ടാണ് പോകുന്നത്. കേരള ചരിത്രത്തിൽ ഇന്നുവരെ ആരും തിരുവിതാംകൂർ മഹാരാജാവിനുണ്ടായിരുന്നില്ല. അന്ന് കാറുകൾ കുറവായിരുന്നു. അല്ല, ഈ നമ്മുടെ സാമാന്യ തിരുവിതാംകൂർ മഹാരാജാവിന് ഹൈദരാബാദിന്റെ നൈസാമിനും ഉണ്ടായിരുന്നില്ല.
ഇല്ല. അത് നമ്മുടെ ജനങ്ങളെ ഈ പാർട്ടി അംഗങ്ങളെ അന്ധമായ രീതിയിൽ നമ്മളിപ്പോ ഇത് പറഞ്ഞ നമ്മളെ കല്ലെറിയും. അല്ല ഇതിപ്പോ അല്ല നമ്മളെ ചെയ്ത് ഉറപ്പാ. പക്ഷെ ഇത് പറയുന്ന യാഥാർത്ഥ്യമാണ്. ഇ.കെ. നായനാർ മുഖ്യമന്ത്രി ആയിരിക്കും. കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പൈലറ്റും എസ്കോർട്ടും ഉണ്ട്. മുമ്പിൽ ഒരു പൈലറ്റ് കാർ പോകും. പക്ഷെ 2-3 വണ്ടി ഉണ്ട്. അല്ല ഒരു കാറ് പൈലറ്റ്, ഒരു കാറ് എസ്കോർട്ട്. അത് എസ്കോർട്ട് പോലീസാണ്. ഇദ്ദേഹത്തിന്റെ കാറ് നടക്കും. അന്ന് ഈ കരുണാകരനെ ചീത്ത പറഞ്ഞവര് ആക്ഷേപിച്ചവരാണ് CPM. നായനാരെ മുഖ്യമന്ത്രി പറഞ്ഞു എനിക്ക് പൈലറ്റ് എസ്കോർട്ട് ഒന്നും വേണ്ട, ഈ നാട്ടിലെ ജനങ്ങളാണ് എന്റെ എസ്കോർട്ട്, അതിന് അവര് തരാത്ത സുരക്ഷ ഇനി ആ പോലീസുകാർക്ക് തരാൻ പറ്റും എന്ന് ചോദിച്ച ആളാണ് അദ്ദേഹം. അംബാസഡർ കാറിലാണ് യാത്ര ചെയ്തത്. അപ്പൊ അതാണ് ഞാൻ ആദ്യമായിട്ടൊരു മന്ത്രിയുടെ കാര്യം കയറുന്നത് ഈ ചന്ദ്രശേഖരൻ തന്നെ. അതില് ഒരു പോലീസുകാരൻ ഫ്രണ്ടിലുണ്ടായിരുന്നു, പിന്നെ പുറകിൽ ഞാനും ചന്ദ്രശേഖരനായിരുന്നു. ഞങ്ങൾ എറണാകുളം തൊട്ട് ആലുവരെ വർത്തമാനമൊക്കെ പറഞ്ഞ് ആലുവെത്തിയപ്പോ അദ്ദേഹം ഗസ്റ്റ് ഹൗസിലേക്ക് പോയി, ഞാൻ ദേശത്തേക്ക് പോയി. സാർ നോട്ടറി പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന സമയത്ത് അത് അത്ര സിമ്പിൾ ആയിരുന്നു മന്ത്രി പറയുന്നത്. എനിക്ക് നമുക്ക് ആലോചിച്ചിട്ട് ഒരു എത്തുംപിടിയും കിട്ടാത്ത ഒരു സംഭവം ഇദ്ദേഹത്തിന്റെ ഈ ധൂർത്തും പണത്തിനുള്ള ആർത്തിയും അദ്ദേഹത്തിന്റെ യാത്രയും അതിഭയങ്കര. ആരാണ്ട് 3 ലക്ഷം രൂപ. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എത്ര സിമ്പിൾ ആയിട്ടാണ് പ്രധാനമന്ത്രി. തീർച്ചയായും. അല്ല അവിടെ നമ്മുടെ സ്റ്റേറ്റ് മുഖ്യമന്ത്രി എന്ന് പറയുന്നതിന് സമാനമാണ് അമേരിക്കയിലെ സ്റ്റേറ്റ് ഗവർണർ സെയിം പോസ്റ്റ്. പക്ഷെ ഗവർണർക്ക് തന്നെ സ്വന്തം വണ്ടി ഉണ്ടെന്ന് എനിക്ക് സംശയം. അവരുടെ വണ്ടിയിൽ ഓടിച്ചു വരും, അല്ലെ ഡ്രൈവർ വെച്ച് വരും, അത്രയൊക്കെ ഉള്ളു. അല്ലാതെ ധൂർത്തും ചെലവൊന്നും അവർ ഇല്ല. അപ്പൊ ഇത് ഈ ജനങ്ങൾ കണ്ടും കേട്ടും ഇരുന്ന് മടുത്തുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള അടുത്ത തീരുമാനത്തിലേക്ക്. പിന്നെ അതുപോലെ തന്നെ സാറേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ എടുത്തു പറയത്തക്ക ഒരു വലിയ ഒരു പ്രോജക്റ്റ്, ഒരു പദ്ധതി ഇവർ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷെ UDF കാലത്തുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, വിഴിഞ്ഞം തുറമുഖം അവര് കൊണ്ടുവന്നതല്ലേ, ഉമ്മൻചാണ്ടിയുടെ പ്രസിദ്ധമായ മെട്രോ റെയില്, ഈ എയർപോർട്ട്, ഞങ്ങളുടെ ഈ കാലടി യൂണിവേഴ്സിറ്റി, വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും നെഹ്റു സ്റ്റേഡിയവും കോൺഗ്രസിന്റെ എടുത്തു പറയത്തക്ക വലിയ വികസന പ്രവർത്തന പദ്ധതികളെല്ലാം UDF കൊണ്ടുവന്നു എനിക്ക് തോന്നുന്നു. ഇവർക്ക് അങ്ങനെ എടുത്ത് ഒരു വലിയ പ്രോജക്റ്റ് എന്ന് പറയാൻ പറ്റിയതുണ്ടോ? ഒന്നും അങ്ങനെ വലിയ പ്രോജക്റ്റുകളൊന്നുമില്ല, കടലാസിന് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ കയ്യിലിരിപ്പുകൊണ്ട് തന്നെയാണ് ഇത് പറ്റിയത്. കയ്യിലിരിപ്പുകൊണ്ട് മാത്രമല്ല, ധാർഷ്ട്യം കൊണ്ടും കൂടിയാണ്. ഇനിയിപ്പോ രക്ഷപ്പെട്ട് വരാൻ ഇച്ചിരി അല്ല. ഈ സാധാരണ ഇതിൽ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ റിസൾട്ട് കറക്റ്റ് 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിലാണ് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ്. അതിനിടയ്ക്ക് ഈ വലിയ ആഘാതത്തിൽ നിന്ന് കരകയറാൻ പറ്റില്ല. 1995 ആദ്യത്തെ ത്രിതല പഞ്ചായത്ത് നടന്നത്. 96 അതേ റിസൾട്ട് ആവട്ടെ. 2000 തെരഞ്ഞെടുപ്പിന്റെ ഫലം 2001 ആവട്ടെ. അങ്ങനെ 2020 റിസൾട്ട് 2021 ആവട്ടെ. അപ്പോ കണക്ക് പ്രകാരം 25 റിസൾട്ട് 26 ആവർത്തിക്കണം. അതിൽ നിന്ന് പുറത്തു കിടക്കണമെങ്കിൽ CPM സംബന്ധിച്ചുള്ള സംഘടനാ സംവിധാനമുണ്ട്, പണമുണ്ട്, പിന്നെ ക്യാപ്സൂൾ നിർമ്മാതാക്കളായിട്ടുള്ള സഖാക്കളുണ്ട്. പക്ഷേ അതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ മറികടക്കാൻ എളുപ്പമല്ല. കാരണം ഈ മനഃശാസ്ത്രപരമായ ആഘാതം ഭയങ്കരമാണ്. ഇത്ര വലിയ പരാജയത്തിൽ നിന്ന് 3 മാസത്തിനകത്ത് കരകയറാൻ അതായത് ഇലക്ഷൻ ചെയ്തതിനെ പിന്നെ 3 മാസമൊക്കെ കിട്ടും. ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ പിന്നെ പ്രഖ്യാപിക്കാൻ 3 മാസമുള്ളൂ. 3 മാസം കഴിയുമ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കും. ഏപ്രിൽ മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പൊ ഇനി വീട്ടിലിരിക്കേ ഉള്ളു പണി. ഇനിയിപ്പോ അത്രയൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ ബംഗാളും ത്രിപുരയും പോലെ ആവും. അത്ര ആയില്ലെങ്കിലും ഏതാണ്ട് അതുപോലെയാവും. ഈ ബംഗാളിലെ ഭരണവും ഈ ത്രിപുരയിലെ ഭരണവും കൈവിട്ടു പോയതും ഏതാണ്ട് ഇതിന് സമാനമായ ചെയ്തികൾ കൊണ്ടല്ലേ? അല്ല, അങ്ങനെയല്ല. അവിടെ പറ്റിയെന്ന് വെച്ചാൽ ഒരുപാട് കാലം ബംഗാളിൽ 35 കൊല്ലം ഒരുമിച്ച് ഭരിക്കും. കഴിഞ്ഞ സർക്കാർ മാറുന്നതാണ് എപ്പോഴും നല്ലത്. LDF നല്ലത്, UDF നല്ലത്. അപ്പൊ 5 കൊല്ലം കഴിയുമ്പോൾ പിന്നെ വരാം. നമ്മുടെ നാട്ടുപുറത്തൊക്കെ പല ആൾക്കാരും പറഞ്ഞു കേട്ടത് 5 കൊല്ലം ഇവര് കട്ടില്ലേ, ഇനി 5 കൊല്ലം അവര് കേട്ടെ. ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ്. അപ്പൊ 5 കൊല്ലം കഴിഞ്ഞാൽ ഉറപ്പായിട്ട് തിരിച്ചു വരാം എന്നുള്ളതാണ്. ബീഹാറിലും പാർട്ടി ശക്തമല്ലായിരുന്നു ഒരു കാലത്ത്. ബീഹാറില് CPI എനിക്ക് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിന്നീട് CPI ശക്തമായിരുന്നു. പക്ഷെ അവിടെയൊക്കെ പറ്റിയെന്ന് വെച്ചാൽ ഈ ജാതി അധിഷ്ഠിതമായിട്ടുള്ള പാർട്ടികൾ വന്നപ്പോ കോൺഗ്രസ് മാത്രമായിരുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റിന്റെ നിലനിൽപ്പുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ സ്ഥാനത്ത് ഈ ജനതാദൾ വരികയും ജനതാദൾ തന്നെ പിന്നീട് വിവിധ ജാതീയ സംഘടനകളായിട്ട് മാറി. സമതാ പാർട്ടി കുർമികളുടെ പാർട്ടിയാണ്, കൊയ്ലി എന്ന് പറഞ്ഞ സമുദായക്കാരുടെ പാർട്ടിയാണ്. യാദവന്മാരുടെ പാർട്ടിയാണ് ലാലുവിന്റെ പാർട്ടി, RJD. പാസ്വാന്റെ പാർട്ടി എന്ന് വെച്ചാൽ പട്ടിക സമുദായക്കാരുടെ പാർട്ടിയാണ്. ഹിന്ദുസ്ഥാൻ അവാം മഞ്ച് എന്ന് പറഞ്ഞ പാർട്ടിയുണ്ട്. ആ പാർട്ടി മഹാദളിതരുടെ പാർട്ടിയാണ്. അപ്പൊ ഇത് ദളിതായി മഹാദളിതായി
OBC ആയി OBC തന്നെ പല വിഭാഗങ്ങളായി. അപ്പൊ എല്ലാ അതാത് ജാതികളുടെ കീഴിൽ CPI എനിക്ക് 10-25 MP MLA-മാരുണ്ടായിരുന്നു. 25 അതിൽ കൂടുതലുണ്ടായിരുന്നു. ആന്ധ്രയിലുണ്ടായിരുന്നു. ആന്ധ്രയിൽ എന്താ പറ്റി വെച്ചാൽ ആന്ധ്രയിലുണ്ടായിരുന്ന ഈ പാർട്ടി അതിന്റെ ചില പ്രധാന കേന്ദ്രങ്ങൾ ഖമ്മം, ഇതൊക്കെയായിരുന്നു. ഖമ്മം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പ്രധാന കമ്മ്യൂണിസ്റ്റ് കേന്ദ്രമായിരുന്നു. മിരിയാൽഗുഡ, നൽഗൊണ്ട, ഇവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ്. ഇപ്പോഴത്തെ തെലുങ്കാനയിൽ എന്താ പറ്റി വെച്ചാല് അവിടെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പാർട്ടി പിളർന്നു നക്സലുകളായിട്ട്, മാവോയിസ്റ്റുകളായിട്ട്. കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, പക്ഷെ മാവോയിസ്റ്റുകളാണ്. സ്റ്റാലിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇപ്പൊ തമിഴ്നാട്ടിൽ പിടിച്ചു നിൽക്കുന്നത്. അതെ, MK സ്റ്റാലിൻ, ജോസഫ് സ്റ്റാലിൻ അല്ലല്ല, 2 MP ഉള്ളത് ഇതുകൊണ്ടാണ്, സ്റ്റാലിൻ ഉള്ളതുകൊണ്ടാണ്. പിന്നെ അതുപോലെ ഈ ഇവിടെ യുവാക്കളുടെ ഈ മാർക്ക് തട്ടിപ്പ്, ഗുണ്ടായുസം, വാഴക്കൊല കേസ്, ഗവേഷണം, ഇതൊക്കെ തന്നെ സഖാവ് ആർഷോയുടെ വെല്ലുവിളി. അപ്പൊ ഈ സത്യത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഈ ഒരു അനീതി മുതലാളിമാരുടെ ഭാഗത്ത് നമുക്ക് അങ്ങനെ പറയാം ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരുന്ന നല്ല സംഘടനയാണ് DYFI. പണ്ട് സാർ ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല, വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് ദിവസം റേഷൻ കട അടച്ചിട്ടുണ്ട്. അന്ന് പല വിധത്തിലും ഇത് അടയ്ക്കാൻ പറ്റില്ല. ഇപ്പൊ അക്രമവാസനയിലൂടെ ആണെങ്കിലും ശരി, കോടാലിയൊക്കെ ആയിട്ട് പിള്ളേർ ഷട്ടർ വിളിക്കാൻ തുടങ്ങിയ ഒരു സംഭവം എനിക്ക് അങ്ങനെ കടകളെല്ലാം തുറന്നു. അതൊരു നല്ല രീതിയല്ല, പക്ഷെ എന്നാൽ അവരുടെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത അത് അങ്ങനെയുള്ളൊരു അവസാനം ഇതൊന്നും. അന്നൊക്കെ ഈ SFIയുടെ ഇതിന്റെയൊക്കെ DYFIയുടെ ലീഡർഷിപ്പിൽ വരുന്ന ആൾക്കാർ നല്ല ക്വാളിറ്റിയുള്ളവരാണ്. അവരുടെ പേര് ഞാൻ പറയും, ഇപ്പൊ AK ബാലൻ, MA ബേബി, അവരൊക്കെ ആദ്യകാലത്ത് 70s. അത് കഴിഞ്ഞ് സുരേഷ് കുറുപ്പ്, CP ജോൺ, അത് കഴിഞ്ഞ് മത്തായി ചാക്കോ, ജെയിംസ് മാത്യു, അവരൊക്കെ ഇതിൽ നിന്ന് വന്നവരാണ്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ആൾക്കാരാണ് വന്നത്. ഇപ്പൊ അതൊക്കെ പോയിട്ട് ആർഷോ, സുരേഷ് കുറുപ്പ് ഒക്കെ സുരേഷ് കുറുപ്പ്, CP ജോൺ, അങ്ങനെ ഒരുപാട് പേര് ഇതിൽ നിന്ന് വന്നവരാണ്. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിന്റെയൊക്കെ ക്വാളിറ്റി വല്ലാതെ കുറഞ്ഞു. അതാണ് പ്രശ്നം. പിന്നെ ഈ SFI മാത്രമായി കഴിഞ്ഞപ്പോ ക്യാമ്പസുകളിൽ മറ്റു പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥ. KSU കാരൻ എന്ന് പറയുന്നത് K എന്ന് പറയുമ്പോഴത്തേക്ക് ഇടിയുള്ളൂ എന്നുള്ള അവസ്ഥ വന്നു. KSU AISFന് പ്രവർത്തിക്കാൻ പറ്റില്ല, പിന്നീട് KSU. അപ്പൊ അതനുസരിച്ച് പല അനഭിലഷണീയമായിട്ടുള്ള പ്രവണതകളുണ്ട്. ഇപ്പൊ KSUവിന് പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിച്ചാൽ സംഭവിക്കുന്ന വെച്ചാൽ ഈ ക്യാമ്പസ് ഫ്രണ്ട് പോലെയുള്ള ഗുണ്ടാ സംഘടനകൾ, വിധ്വംസക ശക്തികൾ പാർട്ടി ക്യാമ്പസിൽ ശക്തിപ്പെടുന്നു. ഇതൊക്കെ വലിയ അപകടത്തിലേക്ക്. അത് ഇവര് അനീതിക്കെതിരെ എവിടെ ഉണ്ടോ അന്നേരം DYFIക്കാരുടെ ഒക്കെ ഒരു ആരാധന മനോഭാവമായിരുന്നു അന്നത്തെ യുവാക്കൾക്കെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം വന്നു കഴിഞ്ഞപ്പോ ഏറ്റവും അധികം അധമന്മാരായി പോയി ഈ കുട്ടികള്. ഈ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ അതും ഇതും ഒക്കെ ആയിട്ട്. ഇപ്പൊ ഈ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനം കണ്ടുകൊണ്ടിരിക്കുക, നീതിയായിട്ടല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പൊ മാങ്കൂട്ടത്തിന്റെ കാര്യം എടുത്തു. മാങ്കൂട്ടത്തിൽ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിക്കകത്ത് അടുപ്പിക്കാനെ പണ്ടേ ഓടിച്ചു വിടേണ്ട ചെറുപ്പക്കാരൻ തന്നെ, ഒരു സംശയ കാര്യത്തിലില്ല. എനിക്കൊന്ന് സാറിന് അഭിപ്രായം. എന്നാൽ ഇവരുടെ കൂടെ എത്ര ആരോപണ വിധേയരുണ്ട്. നമ്മൾ പേര് പറയുന്ന ഒരു മന്ത്രി പോലും നമ്മുടെ കൂടെ ഉണ്ട്. മന്ത്രിയുടെ മുഖശ്രീത്തിന്റെ ഷെയ്പ്പൊക്കെ ഇരുന്ന സമയത്ത് ഓർമ്മയുണ്ടല്ലോ. അതേക്കുറിച്ച് ഇപ്പൊ 2 പേര് ജയിലിൽ കിടക്കുന്നു, സ്വർണ്ണ വിഗ്രഹം തൊട്ട്. അപ്പൊ ഒരു നീതിയായ ഒരു പ്രവർത്തനവും ഇവരുടെ ഭാഗത്ത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് ആർക്ക് വേണ്ടിയാണ് ഈ കമ്മ്യൂണിസം? അതാണ് ഈ റഷ്യയിലും കിഴക്കൻ യൂറോപ്പിലും ഒക്കെ സംഭവിച്ച പോലെ വലിയ അപജയം ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചു. ഇത് തന്നെയാണ് ബംഗാളിൽ സംഭവിച്ചത്. ബംഗാളിൽ 35 കൊല്ലം ആൾക്കാർ സഹിച്ചു, നമ്മള് 10 കൊല്ലമായുള്ളൂ അല്ലയോ, 9 കൊല്ലമായപ്പോഴേക്കും നമുക്ക് ജീവിക്കാൻ നിർത്തില്ലാത്ത അവസ്ഥ. മറ്റത് അവിടെ ഒരു പ്രതിപക്ഷം ഇല്ലാണ്ടായി. അതുകൊണ്ട് എന്ത് പറ്റുക വെച്ചാൽ 35 കൊല്ലം സഹിക്കണ്ടോ. ഇതേ ഗുണ്ടായുസമാണ് അവിടെ നടത്തിയത്. അത് സഹിക്കാവുന്നതിന്റെ പരമാവധിയൊക്കെ ആൾക്കാർ സഹിക്കും. പിന്നെ ജ്യോതി ബസ് ഉള്ളിടത്തോളം നേരം പുള്ളി 2 വർഷം കൂട്ടിമുട്ടാതെ കൊണ്ടുനടന്നു. ആ സ്ഥാനത്ത് ബുദ്ധദേവ് വന്നിച്ചപ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോയി. സത്യത്തിൽ ജ്യോതി ബസുവിനെക്കാളും നന്മയുള്ള ആളായിരുന്നു ബുദ്ധദേവ്. പുള്ളി ഒരാൾ വിചാരിച്ചത് കൊണ്ടുനടക്കാൻ പറ്റില്ല. പിന്നെ പാർട്ടി ഈ മുതലാളിമാരുമായിട്ട് കൈകോർത്ത് കെമിക്കൽ ഹബ്ബ് തുറക്കാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നം. കാറിന്റെ അതുപോലെ സോമനാഥ് ചാറ്ററി ഒരു പ്രശസ്തനായ അദ്ദേഹവും പിന്നെ അവസാനം തെറ്റിപ്പിരിഞ്ഞു. ബൗദ്ധികരായ ആളുകളും മിടുക്കരായ ആളുകളെല്ലാം വിട്ടുപോയി. അപ്പൊ ഇനിയിപ്പോ കേരളത്തിൽ കോൺഗ്രസ് നേരെ പോവുകയാണെങ്കിൽ
അവരോട് എങ്കിലാണ് സാറത് പറയണം. അത് അവരോടുള്ള ആഹ്വാനം പറയണം. ഇവരെ അഴിമതി ഇല്ലാതെ സ്വജനപക്ഷപാതം കാണിക്കാതെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു പോകണം കോൺഗ്രസ്. അല്ല, അതില് സത്യത്തിൽ ഇത് പറയുമ്പോ നമ്മള് രണ്ടു വശവും പറയണല്ലോ. ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകളുടെ ഇപ്പൊ നയനാറാണെങ്കിലും, നയനാർ എന്നുള്ള വ്യക്തിയല്ല ഞാൻ പറഞ്ഞു, അച്യുതാനന്ദനാണെങ്കിലും, ഭൂരിപാടാണെങ്കിലും, പിണറായി ആണെങ്കിലും, അതിന്റെ ഒരു മുഖമുദ്ര എന്ന് പറഞ്ഞ അസഹിഷ്ണുതയാണ്, പ്രതിപക്ഷ ബഹുമാനം ഇല്ലായ്മയാണ്. ഞങ്ങൾ പറയണതാണ് ശരി, നിങ്ങൾ കേട്ടാ മതി, ഞങ്ങൾ പറയുന്നതാണ് ശരി, ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി, ഞങ്ങൾ പറയുന്നതൊന്നും ശരിയല്ല എന്ന ഒരു ചിന്താഗതി ഉണ്ടല്ലോ, ആ ഒരു സ്റ്റാലിനിസ്റ്റ് പൂഷ, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ അക്രമവാസം, പിന്നെ RSS മാർക്സിസ്റ്റ് സംഘടനകളില്ല, അതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട്. പിന്നെ CITUകാരുടെ ചട്ടം പിത്തരം അതും കുറഞ്ഞിട്ടുണ്ട്, അതുമല്ലാതെ കുറഞ്ഞു, അതും കുറഞ്ഞു. പക്ഷേ SFIക്കാർ DYFIക്കാർ ആ ചരിത്രപരമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഈ ആനത്തലപ്പെട്ട ആനന്ദൻ എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ ഒരിക്കൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, ആനന്ദ് ചേട്ടാ ഇപ്പൊ ഈ CITUകാരൊക്കെ മര്യാദക്കാരായി, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ പുള്ളി പറഞ്ഞു, അത് ഞങ്ങള് കമ്മിറ്റിയിൽ അല്ല, ഞങ്ങളത് വേണ്ട നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഇനി മേലിൽ ഒരു ഗുണ്ടായുസങ്ങൾ കാണിക്കരുത്. ഞാൻ പറഞ്ഞു, പക്ഷെ ആ ചരിത്രപരമായ ഉത്തരവാദിത്വം SFIക്കാർ DYFIക്കാർ ഏറ്റെടുത്തിരിക്കുക. പുള്ളി ഒരു നിമിഷം ചിന്താധീനായി, എന്നിട്ട് പറഞ്ഞു, ഞാൻ കമ്മിറ്റിയിൽ പറയാം. കമ്മിറ്റിയിൽ പറഞ്ഞോന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവരുടെ പെരുമാറ്റത്തിൽ യാതൊരു വ്യത്യാസം ഉണ്ടായില്ല. അതാണ് ഒരു വലിയ പ്രശ്നം. പക്ഷേ ഇതിനേക്കാളും ഭയങ്കരമായിരിക്കും ഇനി മറ്റവർ വന്നു കഴിഞ്ഞാല് അവരുടെ മുഖമുദ്രകൾ എന്ന് പറഞ്ഞാൽ അഴിമതി, കെടുകാര്യസ്ഥത, സമുദായ പ്രകടനം, ജാതിമത പ്രകടനം. ഇപ്പൊ ഇത് ഒരു കോൺഗ്രസ് സർക്കാർ വന്നോട്ടെ, ഞാനൊരു ഇത് തീർത്തോട്ടെ, ഒരു കോൺഗ്രസ് സർക്കാർ വന്നോട്ടെ, വകുപ്പുകൾ നിശ്ചയിക്കുന്നത് മുഖ്യമന്ത്രി ആയിരിക്കില്ല, പാണക്കാട്ട് തങ്ങളായിരിക്കും. പിന്നെ മാത്രമല്ല എല്ലാ സമുദായ സംഘടനകളും ഞങ്ങൾക്ക് ഇതിൽ ഇന്നത് കിട്ടണം മറ്റത് കിട്ടണം എന്ന് പറഞ്ഞു വരും. മനസ്സിലായില്ലേ? നായരായ ഒരു മന്ത്രി നിയമിക്കുമ്പോൾ പെരുന്നയുടെ ആശീർവാദത്തോടെ മാത്രമേ നിയമിക്കാൻ പറ്റൂ. പക്ഷെ പെരുന്നയിപ്പ് ഇരുന്നു പോയെങ്കിലും ആ സമയം വരുമ്പോ പുള്ളി എഴുന്നേക്കും. ഇരുന്നത് കണിച്ചുകുളകരി ഇപ്പൊ തൽക്കാലം ഇരുന്നു, പക്ഷെ അതൊക്കെ എഴുന്നേക്കും, ഉറപ്പായിട്ട് എഴുന്നേക്കും. ഇപ്പൊ തന്നെ നോക്കിക്കോ, ഈ മേയർമാരെ തീരുമാനിക്കുമ്പോ പുള്ളി പറയും ഇപ്പൊ രണ്ടും അതിപ്പോ ചാടി എഴുന്നേക്കും, വയാഗ്ര കഴിച്ച പോലെ ഉത്തേജിതരായിട്ട് എഴുന്നേക്കും, ഒരു സംശയം വേണ്ട. ഈ അതൊക്കെ സാറ് പ്രാവശ്യം MV ഗോവിന്ദനെ കുറിച്ച് പറഞ്ഞപ്പം പാർട്ടിക്കകത്ത് കുറച്ച് മര്യാദയുള്ള ഒരാളാണ്, മര്യാദക്കാരനാണ്. പക്ഷെ പുള്ളിക്ക് ഒന്നും പറയാൻ ഈ CPM വ്യക്തിപരമായിട്ട് അടുപ്പമുണ്ട്. വ്യക്തിപരമായിട്ട് ഇവരെല്ലാവരുടെ എനിക്ക് വളരെ നല്ല ബന്ധമുണ്ട്. പിന്നെ സജി ചെറിയാൻ, ഗോവിന്ദൻ മാഷാണെങ്കിലും, രാജീവാണെങ്കിലും, രാജീവ് എൻ്റെ ഒരു അകത്തെ ബന്ധു കൂടിയാണ്. ഞാൻ പറഞ്ഞത് ഇവരെല്ലാരും തന്നെ ആരും അങ്ങനെ വലിയ കുഴപ്പക്കാരൊന്നുമല്ല. ശിവൻകുട്ടി നമ്മൾ ഫോൺ എടുത്ത് വെറുതെ ഇങ്ങനെ ഉണ്ടായില്ല, ആദ്യത്തെ ഇങ്ങനെ പുള്ളി എടുക്കും, എന്തൊരു വിശേഷങ്ങൾ സുഖങ്ങൾ തന്നെയാണ് എന്ന്. അത്ര പാവമാണ്, വളരെ സാധുക്കളാണ്. ഗോവിന്ദൻ ഭാഷ അതുപോലെ രണ്ടാമത്തെ ഇങ്ങനെ ഫോൺ എടുക്കും, ഇനി ഫോൺ എടുത്തില്ലെങ്കിൽ പുള്ളി തിരിച്ചു വിളിക്കും. വെറുതെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ സാറിന് പറഞ്ഞു നല്ല മനുഷ്യനാണ് പുള്ളി, വളരെ നല്ല മനുഷ്യനാണ് പുള്ളി, ഒട്ടും അഴിമതിക്കാരനല്ല. പക്ഷെ യാതൊരു അഴിമതി ഇല്ലാതെ, പക്ഷെ നയിക്കാൻ അത് വേറെ പ്രശ്നമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞ് നമുക്ക് അവസാനിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ പിണറായിയുടെ മുമ്പിൽ ഇവരൊന്നും അല്ല. അതല്ല എന്റെ ആകത്തുക, ഏകഛത്രാധിപതിയാണ്. അതിന്റെ നേട്ടമാണ് UDF കിട്ടിയത്. അതിന്റെ ഒരു നേട്ടമാണ് പ്രധാനമായിട്ടും UDF. UDFന്റെ അല്ല, UDFനും BJPക്കും കിട്ടിയിട്ടുണ്ട്. അത് BJPയുടെയോ UDFന്റെയോ മേന്മ കൊണ്ടല്ല, കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം അതീവ ദുർബലമാണ്. ഒരു വെല്ലുവിളി നേരിടാനുള്ള സംഘടനാ ശക്തിയോ നേതൃത്വ ഗുണമോ സതീശൻ അങ്ങനെ ഒന്ന് രണ്ട് പേരെ ഒഴിച്ചാൽ KPCC പ്രസിഡന്റ് ഒരു ഒന്നാം തരം ജോക്കറാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? ജോക്കർ നമ്പർ 1 ആണ്. പുള്ളിയെ കാണുമ്പോഴാണ് ഗോവിന്ദൻ മാഷ് എത്ര പിടിക്കണമെന്ന് നമുക്ക് മനസ്സിലായത്. പക്ഷേ അങ്ങനെ ഒരു വലിയ പ്രശ്നം എനിക്കൊരു പ്രതീക്ഷയുള്ളത്, ഈ സതീശന്റെ നേതൃത്വത്തിൽ ഒരു നല്ല പ്രതീക്ഷ എനിക്കുണ്ട്. സതീശനെ സംബന്ധിച്ചുള്ള എനിക്കും വലിയ പ്രതീക്ഷ. സതീശൻ രമേശായാലും കുഴപ്പമില്ല. പക്ഷെ കുഴപ്പം കിടക്കണ എവിടെ നിന്നറിയാമോ? ഈ സർക്കാർ അങ്ങോട്ട് അധികാരത്തിൽ വരുമ്പോൾ ഇവരുടെ കഴുത്ത് ലീഗിന്റെ കക്ഷത്തിൽ അത് ഒരു അപ്പൊ പിന്നെ AK ആന്റണി കയറിയ ആളാണോ? നിസ്സാരക്കാരനാണോ? മിടുക്കനല്ലേ? ആദർശവാനല്ലേ? എന്താ പറ്റിയത്? ആന്റണി അഴിമതി നിയന്ത്രിക്കാൻ ശ്രമിച്ചു. കോൺഗ്രസ്സുകാർ ആരും അഴിമതി നടത്തുമ്പോൾ പുള്ളി കൈമകരി പിടിക്കും. ഘടകകക്ഷികൾ KM മാണിയോ TN ജേക്കബോ ബാലകൃഷ്ണപിള്ളയോ MV രാഘവനോ എന്തെങ്കിലും അഴിമതി നടത്ത പുള്ളി അതിലിടക്കൂലിടും, നടത്താൻ പാടുള്ളൂ. ലീഗുകാരുടെ അഴിമതി പുള്ളിക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല. കാരണം ലീഗുകാർക്ക് അപ്പൊ അങ്ങനെയാണ് മുന്നണിക്കകത്ത് പ്രശ്നങ്ങളുണ്ടായത്.
ബാക്കി ഘടകകക്ഷികളോ കോൺഗ്രസ്സുകാരോ അഴിമതി നടത്താൻ കാലത്ത് പുള്ളി അതിനെ ഇടപെടും. പക്ഷെ ലീഗുകാരെ എന്ത് ചെയ്താലും പുള്ളി വിട്ടൂല. ഇതാണ് പുള്ളിക്ക് പറ്റിയത്. ഇത് തന്നെ ഉമ്മൻചാണ്ടിയുടെ കാര്യം അതിൽ പരിതാപകരമായിരുന്നു. കാരണം ഭരണത്തിന് ഭൂരിപക്ഷമില്ല. അപ്പൊ പിന്നെ ഓരോരുത്തരും ഒന്നുപോലെ പക്ഷേ ഇനിയുള്ള കാലത്ത് ഇത് നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വക ഉണ്ടാകണമെങ്കിൽ സതീശൻ ഒരു തന്റെ ഇടമുള്ള നേതാവാണ്. പക്ഷെ ഈ തന്റെ ഇടവുമായിട്ട് പുള്ളിക്ക് മന്ത്രിസഭയെ നയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. പാർട്ടിക്കകത്ത് പുള്ളി ശക്തമായ അല്ല, അത് അവർ തമ്മിലുള്ള പ്രശ്നം. ഇപ്പൊ വേണുഗോപാലും ഉണ്ട് ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. മറ്റു നേതാക്കന്മാരെ വിളിച്ച് സതീശന് ഒരു സ്റ്റിഫ്നെസ് ഉണ്ട്. അത് തീർച്ചയായിട്ടും ആ ഖദറിന്റെ ഒരു അത് കൂടാതെ പുള്ളിയുടേതായ അദ്ദേഹം എടുത്ത തിരഞ്ഞെടുപ്പിലെ തീരുമാനങ്ങൾ കൃത്യമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മകൻ ജയിച്ച കാര്യം, അതുപോലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, മറ്റേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മാറ്റി നിർത്തിയിട്ട് നിലമ്പൂർ ജയിച്ചത് ഇതൊക്കെ സമ്മതിച്ചു. ഇപ്പൊ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പോലും കൃത്യമാണ്. ഞാൻ പറഞ്ഞ പുള്ളി നല്ല വിഷനുള്ള നേതാവാണ്. പ്രശ്നം ഹിഡൻ അജണ്ടകളൊന്നും ഉള്ള ആളല്ല. അതിൽ പ്രശ്നം കിടക്കണമെന്ന് വെച്ചാൽ ഭരണം കിട്ടിക്കഴിയുമ്പോൾ കോൺഗ്രസ്സുകാരെ പുള്ളിക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? ഒന്ന് നിയന്ത്രിച്ചു എന്ന് വിചാരിച്ചു. മറ്റ് ഘടകകക്ഷികളൊക്കെ താരതമ്യേന ഇപ്പൊ പഴയ പോലെ ഇല്ല. ജോസഫ് ഗ്രൂപ്പ്, മറ്റേ ചീള് പാർട്ടികൾ എല്ലാം ചീള് പാർട്ടി. അത് പ്രശ്നമില്ല. പക്ഷെ പ്രശ്നം കിടക്കുന്നത് ഇവിടെ തരും ലീഗിനെ എന്ത് ചെയ്യും? ലീഗും ശൗര്യമൊന്നും ഇല്ല. അത് പറയാൻ പറ്റില്ല. ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ആവും. കണിച്ചുകുളങ്ങരയും പെരുന്നൊക്കെ ശക്തി പ്രാപിച്ച പോലെ ഇവര് ശക്തി പ്രാപിക്കും. അവര് പാരലൽ ഗവൺമെന്റായിട്ട് കൂട്ടും. പിന്നെ നമുക്ക് ആകെ പ്രതീക്ഷിക്കാം. പിന്നെ മാത്രമല്ല, സർക്കാരിന് ഭൂരിപക്ഷം കുറവാണെങ്കിൽ ഒരു തരത്തിൽ നിയന്ത്രിക്കാൻ പറ്റില്ല. ഉമ്മൻചാണ്ടിയെ പോലെ, ഉമ്മൻചാണ്ടി ചെറിയ ആളൊന്നുമല്ലല്ലോ. പുള്ളി എത്ര പോലെ മന്ത്രിയായിരുന്നാളെ, ഏതൊക്കെ പൊസിഷനിൽ രണ്ടുപേരുടെ ഭൂരിപക്ഷത്തിലാണ് പുള്ളി കൂട്ടുന്നത്. പിന്നെ ആംഗ്ലോ ഇന്ത്യൻ മെമ്പർ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടി പോലും വിഷമിച്ചു പോയത് ഇതുകൊണ്ടാണ്. ഓരോ മന്ത്രിമാരും ഓരോ മന്ത്രിസഭയായിട്ട് ഭരിക്കുകയാണ്. അപ്പൊ നല്ല ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് UDF അധികാരത്തിൽ വരികയും കോൺഗ്രസിന് നല്ല ശക്തി ഉണ്ടാകുകയും തികഞ്ഞ ആജ്ഞാശക്തിയോട് കൂടിയിട്ട് മുഖ്യമന്ത്രി ലീഗ് അടക്കമുള്ളവരൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോവുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആശയ്ക്ക് വകയുള്ളൂ. അല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞ് നമ്മളുടെ രണ്ടുപേരും ഉണ്ടോന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മളില്ലെങ്കിലും നമ്മളെ പോലുള്ള ആളുകളുണ്ടാവും, അതിന് ആവശ്യമില്ല. അപ്പോൾ ഇതേ സമയത്ത് ഇതുപോലെ ഇരുന്നിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആളുകൾ പറയും, ഓ കാര്യം ഇയാളുടെ ഗുണ്ടായുസമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിണറായി വിജയൻ എന്തൊരു മഹാനായിരുന്നു, എത്ര മിടുക്കനായിരുന്നു എന്ന് ആളുകൾ പറയുന്ന അവസ്ഥയിലേക്ക് പോകും. നേരെ പോയില്ല അങ്ങനെ പറയും. തീർച്ചയായിട്ടും പറയും. അത് ആഗ്രഹിക്കും ആളുകൾ. കാര്യം അയാളുടെ ഒരു ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ആൾക്കാരെ കാണുമ്പോൾ മുഖം കരിപോലെ ആവുമെങ്കിലും. ഇപ്പോഴത്തെ ലോക്കൽ ബോഡി ഇലക്ഷൻ വെച്ച് നോക്കിയാൽ ഒരു 105-നും 110-നും ഇടയ്ക്ക് സീറ്റ് കിട്ടണ്ടേ UDF-ന്? ഇപ്പോഴത്തെ നിലക്ക് നോക്കുകയാണെങ്കിൽ അതെ, 100 സീറ്റിൽ കുറയാതെ കിട്ടാം. അപ്പൊ അവര് ഒരു ഐക്യത്തോടുകൂടി ഒത്തൊരുമയോട് നിൽക്കുകയാണെങ്കിൽ 105 കഴിഞ്ഞു. 105ന്റെ പ്രത്യേകത 105 കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് രാജ്യസഭയിലേക്ക് ഒരാളെ, അതാണ് വ്യത്യാസം. 105 എന്ന് പറഞ്ഞാൽ മാജിക്കൽ ഫിഗറാണ്. 105 കഴിഞ്ഞാൽ പിന്നെ പ്രതിപക്ഷത്തു നിന്ന് ഒരാൾ രാജ്യസഭയിലേക്ക് അയക്കാൻ പറ്റില്ല. ഞാനും അനിൽക്കുടിത്തോട്ടം കൂടെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പൊ പുള്ളി LDF ജയിക്കില്ല എന്ന്, 3ാമത് വരുമെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അപ്പൊ ഞാൻ ഈ മാജിക് നമ്പരാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു അതിലെ 105 സീറ്റാണ് ഞാൻ കണ്ടേക്കുന്നതെന്ന് അദ്ദേഹത്തോടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സാറിനോട് അല്ല, ഞാൻ 105 പറഞ്ഞിട്ടില്ല. ഈ പോയാൽ കിട്ടുന്നതാണ്. ഞാൻ ഏറെ ഉറപ്പ് പറയുക. പക്ഷെ അതിൽ 2 പ്രതിബന്ധങ്ങളുണ്ട്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ LDF കുറച്ച് കൊള്ളാവുന്ന ആൾക്കാരെ, ചെറുപ്പക്കാരെയൊക്കെ സ്ഥാനാർത്ഥികളായിട്ട് നിർത്താം. അവർക്ക് കുറച്ചുകൂടി നല്ല സ്ട്രാറ്റജി, റിബലുകൾ കുറവായിരിക്കും. പാർട്ടി തീരുമാനം ഉരുക്ക് മൂശയിൽ കുറച്ച് നല്ല ആൾക്കാരെ സ്ഥാനാർത്ഥികളാക്കി നിർത്തി ഒരു ഫേസ് ലിഫ്റ്റ് കൊടുക്കാം. ഒന്ന്. രണ്ടാമത്, സംഘടനാ സംവിധാനം ശക്തമാണ്, പണമുണ്ട്, അത് വരും. പിന്നെ മാത്രമല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ അല്ല നിയമസഭയിലേക്ക്. പിന്നെ അവരുടെ ഏറ്റവും വലിയ ശക്തി മറുഭാഗത്ത് വലിയ അടിയും കത്തിക്കുത്തും ഉണ്ടാവുന്നുള്ളത്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDF-ന് പ്രതീക്ഷകൾ, UDF-ന് നല്ല പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പക്ഷെ UDF-ന്റെ പ്രതീക്ഷകൾ UDF-കാരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്, LDF-നെ ആശ്രയിച്ചല്ല. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ സാറേ? ഓക്കെ, താങ്ക് യു സാർ.